എല്ലാവർക്കും പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സമാന്തര വരകൾ എന്ന പാഠഭാഗത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചുറ്റളവ് 15 സെന്റിമീറ്ററും വീതിയും നീളവും 3:4 എന്ന അംശബന്ധത്തിലുമായ ചതുരം വരയ്ക്കുക. എന്താ ക്വസ്റ്റ്യൻ? ചുറ്റളവ് 15 സെന്റിമീറ്ററും വീതിയും നീളവും 3:4 എന്ന അംശബന്ധത്തിലുമായ ചതുരം വരയ്ക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ വരക്കേണ്ടത്? ചതുരമാണ് വരക്കേണ്ടത് അല്ലേ? എന്താ വരക്കേണ്ടത്? ചതുരമാണ് വരക്കേണ്ടത്. എന്താ പറഞ്ഞിട്ടുള്ളത് കണ്ടീഷൻ? വീതിയും നീളവും 3:4 എന്ന അംശബന്ധത്തിലാണ് അല്ലേ? 3:4 എന്ന അംശബന്ധത്തിലാണ് എന്ത് വേണ്ടത്? വീതിയും നീളവും വേണ്ടത്. അപ്പോൾ നീളം 4 സെന്റിമീറ്ററും വീതിയും 3 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് എടുക്കുക. നീളം 4 സെന്റിമീറ്ററും വീതി 3 സെന്റിമീറ്റർ എന്ന അംശബന്ധത്തിൽ എടുക്കുക. നമുക്കറിയാം ചുറ്റളവ് അല്ലേ? ചുറ്റളവ് അല്ലെങ്കിൽ എന്ത് പറയാം? പെരിമീറ്റർ. പെരിമീറ്റർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 15 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ചുറ്റളവിൻ്റെ ഇക്വേഷൻ അറിയില്ലേ? എന്താ ചുറ്റളവിൻ്റെ ഇക്വേഷൻ? സമവാക്യം എന്താ? 2 ഗുണിക്കണം അല്ലേ നീളം കൂട്ടണം വീതി അല്ലേ? നീളം കൂട്ടണം വീതി. എന്താ ഇക്വേഷൻ? 2 ഗുണിക്കണം നീളം കൂട്ടണം വീതി സമം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 15 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഇതിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാം അല്ലേ? 2 നീളവും 2 വീതിയും കൂട്ടിയാൽ എത്ര? 15 സെന്റിമീറ്റർ. അപ്പോൾ ഒരു നീളവും ഒരു വീതിയും കൂട്ടിയാൽ അല്ലേ ഈ 15 സെന്റിമീറ്ററിന്റെ പകുതി എടുക്കാം അല്ലേ? നോക്കിയേ, 2 ഇൻറ്റു അല്ലേ ഇത് മാത്രം എടുക്കുമ്പോൾ ഈ 2 സമത്തിനപ്പുറം പോകുമ്പോൾ ഡിവൈഡ് എന്ന് വരും അല്ലേ? ഇവിടെ ഗുണിക്കണം എന്നാണ്, സമത്തിനപ്പുറം പോകുമ്പോൾ ഹരിക്കണം എന്നാവും. അപ്പോൾ എത്ര കിട്ടും? 7.5 സെന്റിമീറ്റർ. 15ന്റെ പകുതിയാണെന്നത് 7.5 സെന്റിമീറ്റർ. അപ്പോൾ 2 നീളവും 2 വീതിയും കൂട്ടിയാലാണ് 15 സെന്റിമീറ്റർ അല്ലേ? 2 നീളം അതുപോലെ തന്നെ 2 വീതി. ഇവിടെ ഒരു വീതിയുണ്ട്, ഇവിടെ ഒരു വീതിയുണ്ട്, ഇവിടെ ഒരു നീളമുണ്ട്, ഇവിടെ ഇത് ടോട്ടലാണ് നമുക്ക് എത്രയാണ് വരുന്നത്? 15 സെന്റിമീറ്റർ എന്നത്. അപ്പോൾ ഒരു നീളവും ഒരു വീതിയും കൂട്ടി എത്രയായിരിക്കണം? 7.5 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? ഇവിടെ നീളം കൂട്ടണം വീതി അല്ലേ? ഒരു നീളവും ഒരു വീതിയും കൂട്ടിയതാണ് 7.5 സെന്റിമീറ്റർ. അപ്പോൾ ആദ്യം ഈ ചതുരം വരക്കണമെങ്കിൽ ആദ്യം ഒരു നേർരേഖ വരക്കണ്ടേ? അപ്പോൾ ആ നേർരേഖ വരക്കണമെങ്കിൽ നമ്മൾ പൊതുവെ എത്രയാണ് എടുത്തുകൊണ്ടായത്? പെരിമീറ്റർ തന്ന ചുറ്റളവാണ് എടുത്തുകൊണ്ടായത് അല്ലേ? ഇവിടെ ചതുരത്തിൻ്റെ ഒരു നീളവും ഒരു വീതിയുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എത്രയാണ്? 7.5 സെന്റിമീറ്റർ. അപ്പോൾ 7.5 സെന്റിമീറ്റർ നീളമുള്ള അല്ലെങ്കിൽ സെന്റിമീറ്റർ ഉള്ള ഒരു നേർരേഖ വരക്കുക. നോക്കിക്കോ, ഇവിടുന്ന് 7.5 സെന്റിമീറ്ററിൽ എന്ത് വരച്ചോ? ഒരു നേർരേഖ വരച്ചോ, ഒരു ലൈന് വരച്ചോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം അല്ലേ? ഇത് എത്ര സെന്റിമീറ്റർ എടുത്തത് നമ്മൾ അല്ലേ? 15ന്റെ പകുതിയാണ് എടുത്തത്. 15ന്റെ പകുതി എടുത്തു, ഇല്ലെങ്കിൽ എടുത്തോളം വരക്കണ്ടേ? അതിന് പകരം നമ്മൾ എത്ര എടുത്തു? 15ന്റെ പകുതി എടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടുന്ന് എടുത്തുള്ള ഒരു ചെരിഞ്ഞ വരയല്ലേ വരക്കേണ്ടത്? അതെ, മുന്നേ നമ്മൾ ഇതിനേക്കാളും ചെറുതാണ് എടുത്തോണ്ടായത് അല്ലേ? ഇവിടെ എങ്ങനെ എടുക്കാം? നമുക്കറിയാം എന്താ ഏത് അംശബന്ധത്തില്ല? 3:4 അല്ലേ? അപ്പോൾ അത് എടുത്തിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? 3 കൂട്ടണം 4 സമം 7 സെന്റിമീറ്റർ. ഈ അംശബന്ധങ്ങൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. എന്നിട്ടെന്ത് ചെയ്തു? ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര വരച്ചു? 7 സെന്റിമീറ്റർ വരച്ചു. കണ്ടോ? ഇവിടുന്ന് ഇവിടത്തേക്ക് 7 സെന്റിമീറ്റർ ചരിച്ചിട്ടൊരു വര വരച്ചു. ഇനി നോക്കാം, അളവ് കൃത്യമായിരിക്കണം. ഇനി നമുക്കറിയാം ഇവിടുന്ന് ഇവിടത്തേക്ക് 7 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം നമ്മുടെ അംശബന്ധം എത്രയാ? 3:4 അല്ലേ? അപ്പോൾ ഈ 3ന്റെ അടുത്ത് എന്ത് ചെയ്യുക? ഒരു പോയിന്റ് കൊടുക്കുക. കണ്ടോ? 3ന്റെ അടുത്ത് ഒരു പോയിന്റ് കൊടുത്തു. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാണ്? 3 സെന്റിമീറ്ററും ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്രയാണ്? 4 സെന്റിമീറ്റർ. ടോട്ടൽ എത്രയായി? 7 സെന്റിമീറ്റർ അല്ലേ? 7 സെന്റിമീറ്റർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്താ വരക്കേണ്ടത്? ഒരു ചതുരമാണ് വരക്കേണ്ടത് അല്ലേ? 3 സെന്റിമീറ്റർ വീതിയും 4 സെന്റിമീറ്റർ നീളവുമുള്ള ഒരു ചതുരമാണ് വരക്കേണ്ടത്. അതിനാദ്യം എന്ത് ചെയ്യണം? സമാന്തര വരകൾ വരക്കണ്ടേ? വരക്കണം. അതിന് നമ്മൾ ആദ്യം എന്തൊക്കെ എടുക്കണം? സെറ്റ് സ്ക്വയറും എന്തെടുക്കുക? സ്കെയിലും എടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട്
അല്ലേ? ആ പോയിന്റിന് നേരായിട്ട് സെറ്റ് സ്ക്വയർ സെറ്റ് ചെയ്യുക, വട്ടം സെറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? സമാന്തര വര വരക്കുക. കണ്ടോ? ഒന്ന് വരച്ചു. അതിനുശേഷം അടുത്ത പോയിന്റ് പതുക്കെ താഴോട്ട് നീക്കിയിട്ട് അടുത്ത പോയിന്റ് വരക്കുക. കണ്ടോ? കിട്ടിയില്ലേ? നമുക്കറിയാം ഇത് ഇവിടുന്ന് ഇവിടത്തേക്ക് ടോട്ടൽ എത്രയാണ്? 7.5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഇവിടെ നോക്ക്, ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു പോയിന്റ് കിട്ടി, അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു പോയിന്റ് കിട്ടി. ഇതെങ്ങനെ സമഭാഗം ചെയ്തു? 3:4 എന്ന അംശബന്ധത്തിൽ സമഭാഗം ചെയ്തു. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യണം? അല്ലേ? എത്ര അംശബന്ധം എന്ന് പറയുന്നത് എങ്ങനെയാണ്? 3:4. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ളത് 3:4 എന്ന അംശബന്ധത്തിലാണ്. ഈ 7.5 സെൻറ്റിമീറ്റർ നമ്മൾ എങ്ങനെ സമഭാഗം ചെയ്തു? 3:4 എന്ന അംശബന്ധത്തിൽ സമഭാഗം ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലംബം വരക്കാം അല്ലേ? ഒരു ലംബം വരച്ചു. കണ്ടോ? ഇങ്ങനെയും വരക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? പ്രൊട്രാക്ടർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? നിങ്ങൾക്കൊരു ലംബം വരക്കാം. ഞാനിതിപ്പോൾ താഴോട്ടാണ് വരക്കുന്നത്, എന്നാലേ നീറ്റായിട്ട് കാണൂല. അതുകൊണ്ട് ഞാൻ താഴോട്ട് സാധാരണ രീതിയിലൊരു ലംബം വരച്ചു. അതിനുശേഷം എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് കുത്തിയിട്ട് അല്ലേ ഈ പോയിന്റ് കണ്ടോ? കണ്ടോ? ഇവിടെ നിന്ന് കുത്തി ഈ പോയിന്റിലേക്ക് അളവെടുത്തു. അളവെടുത്തതിന് ശേഷം എന്ത് ചെയ്യാം? ഇവിടെ ഒരു ചാപം വരച്ചു. കാരണം വീതി നമുക്കറിയാം 3:4 അല്ലേ? അപ്പോൾ വീതിയും നീളവും 3:, അപ്പോൾ വീതി എന്ന് പറഞ്ഞത് 3 അങ്ങനെ എടുത്തു. 3 സെൻറ്റിമീറ്റർ എന്ന അംശബന്ധത്തിൽ വീതിയും 4 സെൻറ്റിമീറ്റർ എന്ന അംശബന്ധത്തിൽ എന്ത് വരണം? നീളവും വരണം അല്ലേ? അപ്പോൾ നമ്മൾ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഒരു വീതി വരക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു എന്ത് ചെയ്തു? ഒരു ചാപം വരച്ചു. വരച്ചില്ലേ? അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇവിടത്തേക്കൊരു എന്ത് ചെയ്തു? ഒരു ചാപം വരച്ചു. എന്നിട്ട് അത് തമ്മിൽ എന്ത് ചെയ്യാം? എന്നിട്ട് ഇവിടെ നിന്ന് നമുക്കറിയാം, ഇവിടെ നിന്ന് ഇവിടത്തേക്കില്ലേ അളവെടുക്കുക. കണ്ടോ? ഇവിടെ നിന്ന് ഇവിടത്തേക്കില്ല അളവെടുത്തതിന് ശേഷം കണ്ടോ? ഇവിടെ നിന്ന് ഇവിടത്തേക്കില്ല അളവെടുക്കുക. അതിനുശേഷം ഈ പോയിന്റിൽ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക. കണ്ടോ? ഈ പോയിന്റിൽ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക. അതിനുശേഷം ഇവിടെ ഒരു പോയിന്റ് കിട്ടിയില്ലേ? ആ പോയിന്റും ഈ പോയിന്റും തമ്മിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. കണ്ടോ? ജോയിൻ ചെയ്തു. ആ പോയിന്റ് ഈ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം ഇവ തമ്മിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. കണ്ടോ? ഇതും ഇതും തമ്മിൽ എന്ത് ചെയ്തു? നമ്മൾ കൂട്ടിമുട്ടിച്ച് ജോയിൻ ചെയ്തു. കണ്ടോ? എന്ത് കിട്ടി? ഇവിടെ നമുക്കൊരു ചതുരം കിട്ടി അല്ലേ? കണ്ടോ? 3 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്റർ എന്ന അംശബന്ധത്തിൽ, അല്ലെങ്കിൽ 3:4 സെൻറ്റിമീറ്റർ എന്ന അംശബന്ധത്തിൽ അല്ലേ? ഇവിടെ നമുക്ക് 3:4 എന്ന അംശബന്ധത്തിൽ എന്ത് കിട്ടി? ഒരു ചതുരം കിട്ടി. മനസ്സിലായില്ലേ? ആദ്യം എന്ത് ചെയ്യണം? ആദ്യം 7 സെൻറ്റിമീറ്റർ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെടുക്കാം? 15 സെൻറ്റിമീറ്റർ വെച്ചും എടുക്കാം. ഞാൻ അതിൻ്റെ പകുതി വെച്ചെടുത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ 15 സെൻറ്റിമീറ്റർ ആകുമ്പോൾ കുറച്ച് വലിയ വര വരക്കേണ്ടി വരും. ഇതിൻ്റെ പകുതി ആകുമ്പോൾ ചെറിയ വര വരച്ചാൽ മതി. അപ്പോൾ 7.5 സെൻറ്റിമീറ്റർ എന്ന വര വരച്ചു. അതിനുശേഷം അംശബന്ധം നമുക്കറിയാം 3:4 അംശബന്ധം തമ്മിൽ കൂട്ടിയിട്ട് നമുക്ക് 7 സെൻറ്റിമീറ്റർ കിട്ടി. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ചെരിഞ്ഞ വര വരച്ചു. എന്നിട്ട് അതിനെ 3 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും എന്ത് ചെയ്തു? പോയിന്റ് അടയാളപ്പെടുത്തി. അതെന്തിനാണ് അടയാളപ്പെടുത്തുന്നത്? അല്ലേ? നമ്മൾ വരക്കുന്ന വര 3:4 എന്ന അംശബന്ധത്തിൽ സമഭാഗം ചെയ്യണം. അതിനുശേഷം നമുക്കറിയാം വീതി എന്ന് പറഞ്ഞത് 3 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഇവിടുന്ന് ഇവിടെ എത്തിക്കില്ല പോയിന്റ് ആദ്യം എടുത്തു. ഇവിടുന്ന് ഇവിടെ എത്തിക്കില്ല പോയിന്റ് എടുത്തു. അതിനെന്ത് ചെയ്തു? നമ്മൾ ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് വരച്ചു. അതേപോലെ തന്നെ ഇവിടെയും കുത്തിയിട്ട് ഒരു ആർക്ക് ചാപം വരച്ചു അല്ലേ? ആ ചാപം വരച്ചതിന് ശേഷം നീളം നടന്ന ഇതില്ലേ ഇവിടുന്ന് ഇവിടത്തേക്കാണ് നമുക്കറിയാം. അത്ര അംശം എന്താണ്? 4 അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇവിടെ കുത്തിയിട്ട് നീളം അടയാളപ്പെടുത്തി. എന്നിട്ട് ഇവിടുന്ന് ഇവിടേക്ക് ഒരു ആർക്ക് വരച്ചു. അവിടെ ഒരു പോയിന്റ് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ചതുരം കിട്ടി. മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചുവടെ പറയുന്ന ഓരോ തരത്തിലുള്ള ത്രികോണം ചുറ്റളവ് 13 സെൻറ്റിമീറ്ററായി വരയ്ക്കുക. എന്താ ക്വസ്റ്റ്യൻ? ചുവടെ പറയുന്ന ഓരോ തരത്തിലുള്ള ത്രികോണം ചുറ്റളവ് 13 സെൻറ്റിമീറ്ററായി വരയ്ക്കുക. ആദ്യം എന്താ വരക്കേണ്ടത്? സമഭുജ ത്രികോണം അല്ലേ? 13 സെൻറ്റിമീറ്റർ ഉള്ള സമഭുജ ത്രികോണമാണ് വരക്കേണ്ടത്. അപ്പം നമുക്കറിയാം എന്താ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമായ ത്രികോണത്തെയാണ് നമ്മൾ എന്ത് പറയല്? സമഭുജ ത്രികോണം എന്ന് പറയല് അല്ലേ? എല്ലാ വശങ്ങളും തുല്യമായ
ത്രികോണത്തെയാണ് നമ്മൾ എന്ത് പറയല്? സമഭുജ ത്രികോണം എന്ന് പറയല്. നമുക്ക് തന്നിട്ടുണ്ട് ചുറ്റളവ് എത്രയാണ്? ചുറ്റളവ് അല്ലെങ്കിൽ എന്താ? പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 സെൻറ്റിമീറ്റർ. അറിയില്ലേ? നമ്മൾ മുന്നേ എന്ത് വരച്ചിട്ടുണ്ട്? സമഭുജ ത്രികോണം വരച്ചിട്ടുണ്ട്. മുന്നത്തെ വീഡിയോയിലെല്ലാം നമ്മൾ കണ്ടതാണ്. സമഭുജ ത്രികോണം വരച്ചത് നമ്മൾ കണ്ടതാണ്. ഒന്നും കൂടി നമുക്ക് ചെയ്തു നോക്കാം. നോക്കിയേ, എത്ര സെൻറ്റിമീറ്റർ എടുക്കണം? 13 സെൻറ്റിമീറ്റർ അല്ലേ? 13 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? 13 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു എന്ത് വരച്ചു? ഒരു നേർരേഖ വരച്ചു അല്ലേ? നേർരേഖ വരച്ചു. 13 സെൻറ്റിമീറ്റർ നേർരേഖ വരച്ചു അല്ലേ? നമുക്കറിയാം എല്ലാ വശങ്ങളും തുല്യമായിരിക്കണം. സമഭുജ ത്രികോണവുമാണ് അല്ലേ? സമഭുജ ത്രികോണത്തിന് എത്ര വശമുണ്ട്? 3 വശങ്ങളുണ്ട്. അപ്പോൾ എത്ര പാരലൽ ലൈൻ വരക്കേണ്ടി വരും? 3 പാരലൽ ലൈൻ വരക്കേണ്ടി വരും അല്ലേ? 3 ആയിട്ട് സമഭാഗം ചെയ്യേണ്ടി വരും. ഈ 13 സെൻറ്റിമീറ്റർ വരെ നമ്മൾ എത്ര ആയിട്ട് സമഭാഗം ചെയ്യണം? 3 ഭാഗമായി സമഭാഗം ചെയ്യണം അല്ലേ? അപ്പം നമുക്ക് എത്ര എടുക്കാം? എത്ര? 4 സെൻറ്റിമീറ്റർ വെച്ചെടുത്തൂടെ? എടുക്കാം. 4 ഗുണിക്കണം 3 അല്ലേ? 13നെ നമുക്ക് സമഭാഗം ചെയ്യണമെങ്കിൽ 13നേക്കാളും ചെറിയ സംഖ്യ എടുക്കണം. അപ്പോൾ എത്ര എടുക്കണം? 12 സെൻറ്റിമീറ്റർ എടുത്താലോ അല്ലേ? 12 സെൻറ്റിമീറ്റർ എടുത്താൽ ഒരു വശം നിറഞ്ഞത് എത്രയാണ്? 12/3 4 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കണം അല്ലേ? 3 വശമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 12 സെൻറ്റിമീറ്ററിന് 3 കൊണ്ട് വെച്ചാൽ നമുക്ക് ഒരു ഇത് വശം നിറഞ്ഞത് 4 സെൻറ്റിമീറ്റർ ആയിട്ട് വരണം. നമുക്ക് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഒരു ചെരിഞ്ഞ വര വരക്കണം അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? 12 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചു. എത്ര സെൻറ്റിമീറ്ററാണ്? 12 സെൻറ്റിമീറ്റർ. കണ്ടോ? 12 സെൻറ്റിമീറ്റർ. എന്നിട്ട് എന്ത് ചെയ്തു? ഇന്ന് എത്ര പോയിന്റ് വേണം? 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 3 പോയിന്റ് അടയാളപ്പെടുത്തി. 4, പിന്നെയോ 8, അവസാനം 12 അല്ലേ? എല്ലാം എത്ര സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ടാണ്? 4 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? പോയിന്റുകൾ അടയാളപ്പെടുത്തിയത്. 4 സെൻറ്റിമീറ്റർ ഇടവിട്ട്. ഇനി എന്ത് ചെയ്യുക? ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ പോയിന്റുകൾക്കെല്ലാം യോജിപ്പിക്കണ്ടേ? പോയിന്റുകളിൽ എന്ത് ചെയ്യാം? യോജിപ്പിക്കാം. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് പോയിന്റുകളിൽ എന്ത് ചെയ്യാം? നമുക്ക് യോജിപ്പിക്കാം. സമാന്തര വരകൾ വരക്കാം. ശ്രദ്ധിച്ചോ? ആദ്യം വരച്ചു. ആദ്യം എന്ത് ചെയ്തു? പതുക്കെ സെറ്റ് സ്ക്വയർ താഴോട്ട് നീക്കി അല്ലേ? പതുക്കെ സെറ്റ് സ്ക്വയർ താഴോട്ട് നീക്കി അടുത്ത പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്തു? താഴോട്ട് വരച്ചു. കണ്ടോ? അതേപോലെ തന്നെ അടുത്ത പോയിന്റിൽ നിന്നും താഴോട്ട് ഒരു വര വരച്ചു. കണ്ടോ? ഇപ്പം നമുക്ക് എത്ര? താഴെ 3 പോയിന്റുകൾ കിട്ടി അല്ലേ? ഇപ്പം നമുക്ക് താഴെ 3 പോയിന്റുകൾ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് എന്താ വരക്കേണ്ടത്? സമഭുജ ത്രികോണല്ലേ? അപ്പോൾ ആദ്യം ഈ പോയിന്റിൽ കുത്തിയിട്ട് ഇവിടത്തേക്കുള്ള നീളം സെറ്റ് ചെയ്തു. ഇതെല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും. കാരണം ഇവിടെ എല്ലാം നമ്മൾ എത്ര വെച്ചിട്ട് എടുത്തത്? 4 സെൻറ്റിമീറ്റർ വെച്ചിട്ടല്ലേ? അതുകൊണ്ടെല്ലാം തുല്യമായിരിക്കും. നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു ചാപം വരച്ചു. അതേപോലെ തന്നെ ഇവിടെയും കുത്തിയിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഒരു ചാപം വരച്ചു. കണ്ടോ? അതിനുശേഷം എന്ത് ചെയ്യാം? ഈ പോയിന്റിലേക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക. കണ്ടോ? ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു സമഭുജ ത്രികോണം കിട്ടി. മനസ്സിലായി? നമുക്ക് എന്ത് കിട്ടി? ഒരു സമഭുജ ത്രികോണം കിട്ടി. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:4:5 അല്ലേ? നമുക്കറിയാം എന്താ വരക്കേണ്ടത്? ത്രികോണമാണ് വരക്കേണ്ടത്. അത് വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 3:4:5 ആണ്. ചുറ്റളവ് വരുന്നത് ഇതേ 13 സെൻറ്റിമീറ്റർ തന്നെ. മനസ്സിലായില്ലേ? ചുറ്റളവ് വരുന്നത് ഇതേ 13 സെൻറ്റിമീറ്റർ തന്നെയാണ്. വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 3:4:5 ആയ ത്രികോണമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വരക്കേണ്ടത്. വരച്ചു നോക്കിയാലോ നമുക്ക്? നമുക്കറിയാം വശങ്ങൾ എങ്ങനെയായിരിക്കണം? 3:4:5 എന്ന അംശബന്ധത്തിലായിരിക്കണം. എന്ത് തന്നിട്ടുണ്ട്? ചുറ്റളവ് തന്നിട്ടുണ്ട് അല്ലേ? ചുറ്റളവ് എത്രയാണ്? ചുറ്റളവ് സമം 13 സെൻറ്റിമീറ്റർ
അല്ലേ? വരച്ചു നോക്കിയാലോ? ആദ്യം എന്ത് ചെയ്യാം? 13 സെൻറ്റിമീറ്ററായ ഒരു നേർരേഖ വരക്കും അല്ലേ? അങ്ങനെ 13 സെൻറ്റിമീറ്ററായ ഒരു നേർരേഖ വരച്ചു. കണ്ടോ? എന്നിട്ടോ ഇത് 13 സെൻറ്റിമീറ്റർ ഇവിടെ അടയാളപ്പെടുത്തി. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ചെരിഞ്ഞ വര വരക്കണ്ടേ? വരക്കണം. എത്ര എടുക്കാം? നമുക്കറിയാം അംശബന്ധം തന്നിട്ടുണ്ട് അല്ലേ? അപ്പം 3:4:5 തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അംശബന്ധങ്ങൾ തമ്മിൽ കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അംശബന്ധങ്ങൾ തമ്മിൽ കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ 3 കൂട്ടണം 4 കൂട്ടണം 5 എത്ര കിട്ടും? 4 3 7 7 5 12 അല്ലേ? 7 5 12 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുക. 12 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തു. കണ്ടോ? ഇവിടെ നിന്ന് അംശബന്ധങ്ങൾ തമ്മിൽ കൂട്ടിയതാണ് നമ്മൾ ഇവിടെ എടുക്കുന്ന അളവ്. മനസ്സിലായില്ലേ? ഏതൊക്കെയാ? 3. അപ്പോൾ ആദ്യം 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി ഒരു പോയിന്റ് ഇട്ടു. അതിനുശേഷം എത്രയാ? 4 അല്ലേ? അപ്പോൾ 3 4 സെൻറ്റിമീറ്റർ പറയുമ്പോൾ 7ലേക്കായിരിക്കും അടുത്ത പോയിന്റ് വരിക. പിന്നെ എത്രയാണ്? 5 അല്ലേ? നോക്കിയപ്പോൾ അടുത്തത് 12. അപ്പോൾ ഇതെന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററാണ്. ഇതെന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററാണ്. ഇതെന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററാണ്. മനസ്സിലായില്ലേ? 3:4:5 എന്ന അംശബന്ധത്തിൽ നമ്മൾ എന്ത് ചെയ്തു? പോയിന്റുകൾ അടയാളപ്പെടുത്തി. ഇനി എന്ത് ചെയ്യാം? സ്കെയിൽ എടുക്കാം, സെറ്റ് സ്ക്വയർ എടുക്കാം. എന്നിട്ട് എന്ത് വരക്കണം? സമാന്തര വരകൾ വരക്കണ്ടേ? വരക്കാം. കണ്ടോ? ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഒരു വര വരച്ചു. അതിനുശേഷം പോയിന്റുകൾ കൃത്യമായിരിക്കണം വരക്കുമ്പോൾ. സെറ്റ് സ്ക്വയർ വെക്കുന്നതും കൃത്യ അളവിലായിരിക്കണം. അതിനുശേഷം സെറ്റ് സ്ക്വയർ പതുക്കെ താഴോട്ട് നീക്കി അടുത്ത പോയിന്റ് കിട്ടി. അടുത്ത പോയിന്റിൽ നിന്നും ഒരു സമാന്തര വര വരച്ചു. അതിനുശേഷം വീണ്ടും താഴോട്ട് നീക്കി അടുത്ത പോയിന്റ് കിട്ടി. അടുത്ത പോയിന്റിൽ നിന്നും വേറൊരു സമാന്തര വര വരച്ചു അല്ലേ? അപ്പോൾ ഈ 13 സെൻറ്റിമീറ്റർ നേർരേഖയെ നമ്മൾ 3:4:5 എന്ന അംശബന്ധത്തിൽ എന്ത് ചെയ്തു? സമഭാഗം ചെയ്തു അല്ലേ? ഇനി നമുക്ക് എന്താ വരക്കേണ്ടത്? ഒരു ത്രികോണമാണ് വരക്കേണ്ടത് അല്ലേ? ഒരു ത്രികോണമാണ് വരക്കേണ്ടത്. അപ്പോൾ എന്തായിരിക്കണം? ഒരു വശം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററും മറ്റേ വശം എന്ന് പറയുന്നത് എത്രയാ? 4 സെൻറ്റിമീറ്ററും മറ്റേ വശം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ. ഇത് 3 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുക, ഇത് 4 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുക, ഇത് 5 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുക. ഇങ്ങനെയുള്ള ഒരു അംശബന്ധത്തിലുള്ള ത്രികോണമാണ് വരക്കേണ്ടത് അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ എടുത്തു. ശ്രദ്ധിച്ചോ? ഇവിടെ കുത്തിയിട്ട് അല്ലേ 3 സെൻറ്റിമീറ്റർ സമഭാഗം ചെയ്ത വരയില്ലേ? ആ വരയുടെ അളവ് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഒരു ചാവൽ വരച്ചു. കണ്ടോ? ഇവിടെ ഒരു ചാവൽ വരച്ചു. അതിനുശേഷം ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറയുന്നത് ഏതെടുത്തു? ഇവിടെ നിന്ന് ഇവിടേക്കില്ലത്. കാരണം ഇവിടെ നമുക്കറിയാം എത്രയാണ്? 4 സെൻറ്റിമീറ്റർ സമഭാഗം ചെയ്ത വരയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ബേസ് ഉണ്ട് അല്ലേ? പാദം അറിയാം. അപ്പോൾ ഇങ്ങോട്ടുള്ളൊരു വര നമുക്ക് വേണം. പിന്നെ ഇങ്ങോട്ടുള്ള വരയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള അളവ് എടുക്കുക. ഇവിടെ കുത്തിയിട്ട് കണ്ടോ? ഇവിടേക്കുള്ള അളവ് എടുത്തു. ശ്രദ്ധിച്ചോ? ഇവിടെ കുത്തിയിട്ട് ഇവിടെ എടുത്തിട്ട് എന്ത് ചെയ്തു? ഇങ്ങോട്ട് വരച്ചു. കണ്ടോ? ഇപ്പോൾ ഒരു പോയിന്റ് കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യാം? ഈ പോയിന്റിലേക്ക് തമ്മിൽ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ നിന്നും ജോയിൻ ചെയ്തു. കണ്ടോ? അല്ലേ? ഇപ്പം നമ്മൾ എന്ത് വരച്ചു? ഒരു ത്രികോണം വരച്ചു. ഇതിന് അംശബന്ധം എന്ന് പറയുന്നത് എത്രയാണ്? 3:4:5. മനസ്സിലായില്ലേ? 3:4:5 എന്ന അല്ലേ? നമുക്കറിയാം ചുറ്റളവ് എത്രയാണ്? ചുറ്റളവ് എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഇതിൻ്റെ അംശബന്ധം എന്ന് പറയുന്നത് എത്രയാണ്? 3:4:5 എന്ന അംശബന്ധത്തിലുള്ള ഒരു ത്രികോണം വരച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പാർശ്വവശങ്ങൾ പാദത്തിൻ്റെ 1.5 മടങ്ങായ സമപാർശ്വ ത്രികോണം വരയ്ക്കുക. എന്താ ക്വസ്റ്റ്യൻ? പാർശ്വവശങ്ങൾ പാദത്തിൻ്റെ 1.5 മടങ്ങായ സമപാർശ്വ ത്രികോണം വരയ്ക്കുക. എന്താ സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ? സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ 2 വശങ്ങൾ തുല്യമായ ത്രികോണത്തെ എന്ത് പറയും? സമപാർശ്വ ത്രികോണം എന്ന് പറയും. എന്താണ്? 2 വശങ്ങൾ തുല്യമായ ത്രികോണത്തെ നമ്മൾ എന്ത് പറയും? സമപാർശ്വ ത്രികോണം എന്ന് പറയും അല്ലേ? അപ്പോൾ എന്താ കണ്ടീഷൻ?
പാദത്തിൻ്റെ 1.5 മടങ്ങ്. അപ്പോൾ പാദം നമുക്ക് എത്രയായിട്ട് എടുക്കാം? 1 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, പാദം നമുക്ക് 1 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 1.5 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്തെന്ന് മറ്റു 2 വശങ്ങൾ. മനസ്സിലായില്ലേ? ഇതിൻ്റെ ചുറ്റളവ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പാദം 1 സെൻറ്റിമീറ്റർ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മറ്റ് 2 വശങ്ങൾ ഇതിൻ്റെ 1.5 മടങ്ങ് എടുക്കണം എന്നാണ് കണ്ടീഷൻ. നമുക്ക് വരച്ച് നോക്കിയാലോ? സ്കെയിലെടുത്തു അല്ലേ? സ്കെയിലെടുത്തിട്ട് ആദ്യം എത്ര വരച്ചു? നമ്മുടെ ചുറ്റളവ് എത്രയാ? 13 സെൻറ്റിമീറ്റർ. അപ്പോൾ 13 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചു. കണ്ടോ? നീളമുള്ള ഒരു വര വരച്ചു. ഇത് 13 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? നമുക്ക് നോക്കാം എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക് വരക്കേണ്ട ചെരിഞ്ഞ വര നമ്മൾ ഈ തന്ന അംശബന്ധം, ഏതാ അംശബന്ധം? എങ്ങനെ നമുക്ക് ഇതിൻ്റെ അംശബന്ധം എഴുതല്? ആദ്യം 1.5 അല്ലേ? 1.5:1:1.5 അല്ലേ? ഇങ്ങനെയാണ് ഇതിൻ്റെ അംശബന്ധം ഉള്ളത് അല്ലേ? നമുക്ക് ഇവിടെ നിന്ന് ഇവിടെയൊക്കെ ഒരു ചെരിഞ്ഞ വര വരക്കണ്ടേ? അപ്പം അംശബന്ധം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യല്? ഇങ്ങനെയുള്ള ചെരിഞ്ഞ വര വരക്കല്. ഇവിടെ ശ്രദ്ധിച്ചോ? 1.5 എടുത്ത് തന്നിട്ടുള്ളത്. നമുക്കിത് ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് ചെറിയ വരയാണ്. ഇങ്ങനെ ഇടുത്തൊക്കെ വരക്കാൻ പറ്റുള്ളൂ അല്ലേ? നോക്കിയേ, 1.5 1.5 എത്രയാ? 3 4 സെൻറ്റിമീറ്റർ കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ ഒരു മടങ്ങും കൂടെ എടുക്കാം അല്ലേ? ഇതിൻ്റെ 2 മടങ്ങ് എടുത്താൽ എങ്ങനെയാണ്? അങ്ങനെ വരും 3:2:3 അല്ലേ? ഇവിടെ 2 എടുത്താൽ ഇവിടെ എത്ര വരും? ഇവിടെ 3 വരും, ഇവിടെ 3 വരും. എന്നിട്ട് എന്ത് ചെയ്യാം? ഇപ്പം നോക്കിയേ, 3 കൂട്ടണം 2 കൂട്ടണം 3 എത്ര കിട്ടി? 8 സെൻറ്റിമീറ്റർ കിട്ടി അല്ലേ? 3 കൂട്ടണം 2 കൂട്ടണം 3 8 സെൻറ്റിമീറ്റർ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്ര അടയാളപ്പെടുത്താം? 8 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം അല്ലേ? നമുക്ക് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്ര സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം? 8 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി. കണ്ടോ? മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെ എടുക്കേണ്ടത്? 3:2:3 എന്ന അംശബന്ധത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? സമഭാഗം ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം 3 സെൻറ്റിമീറ്റർ എടുത്തു അല്ലേ? ആദ്യം 3-ൽ പോയിന്റ് ഇട്ടു. പിന്നെ എത്രയാ? 2 അല്ലേ? അടുത്ത എന്ന് പറഞ്ഞ് 5 വരും. 3 സെൻറ്റിമീറ്റർ അടുത്ത് കഴിഞ്ഞിട്ട് 2 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 5 വരും. അത് കഴിഞ്ഞിട്ട് ആദ്യം എത്രയിൽ വരും? 8 വരും അല്ലേ? പിന്നെ ആദ്യം 3 സെൻറ്റിമീറ്റർ വന്നപ്പോൾ 8 വരും. അപ്പോൾ ഇതെത്രയാണ്? ഇത് 3 സെൻറ്റിമീറ്റർ വരും. ഇത് 2 സെൻറ്റിമീറ്റർ എടുക്കാം, ഇത് 3 സെൻറ്റിമീറ്റർ എടുക്കാം. ടോട്ടൽ എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. അപ്പോൾ 3:2:3 എന്ന അംശബന്ധത്തിൽ നമ്മൾ എന്ത് ചെയ്തു? സമഭാഗം ചെയ്തു. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യണം? നമ്മുടെ സ്കെയിൽ എടുക്കാം, സെറ്റ് സ്ക്വയർ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? പാരലൽ ലൈൻ വരക്കാം അല്ലേ? സമാന്തര വരകൾ വരക്കാം. കണ്ടോ? സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു സമാന്തര വര വരച്ചു. അതിനുശേഷം പതുക്കെ ഈ സെറ്റ് സ്ക്വയർ താഴോട്ട് നീക്കി അടുത്ത പോയിന്റ് കിട്ടി. അടുത്ത പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഒരു സമാന്തര വര വരച്ചു. പിന്നെയും പതുക്കെ സെറ്റ് സ്ക്വയർ താഴോട്ട് നീക്കി വീണ്ടും അടുത്ത പോയിന്റ് കിട്ടി. അടുത്ത വരയിൽ നിന്നും ആദ്യം ഒരു സമാന്തര വര വരച്ചു. കണ്ടോ? ഈ 13 സെൻറ്റിമീറ്റർ നീളമുള്ള വരയെ നമ്മൾ 3:2:3 എന്ന അംശബന്ധത്തിൽ എന്ത് ചെയ്തു? സമഭാഗം ചെയ്തു. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യണം? സമപാർശ്വ ത്രികോണം വരക്കണം അല്ലേ? ശ്രദ്ധിച്ചോ? ആദ്യം നമുക്ക് എന്തെടുക്കാം അല്ലേ? ഈ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ള നീളം, ഇവിടെ താഴത്തെ വരയുടെ നീളം ഇതെടുക്കാം. കോമ്പസ് ഉപയോഗിച്ചിട്ട് അളന്നെടുക്കാം. അതിനുശേഷം ഇങ്ങോട്ട് ഒരു ആർക്ക് വരച്ചു. കണ്ടോ? അതേപോലെ തന്നെ ഇവിടെയും ശ്രദ്ധിച്ചോ? ഇവിടെ ഏത് തന്നെയാണ്? ഇവിടെ നമുക്കറിയാം ഇവിടെ 2 സെൻറ്റിമീറ്റർ വരുന്നല്ലേ? 3:2:3 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ 3 സെൻറ്റിമീറ്റർ എടുത്തു. അതേപോലെ തന്നെ ഇവിടെയും അതേ തുല്യ അളവായിരിക്കും. കാരണം എന്താ? രണ്ടും 3 സെൻറ്റിമീറ്റർ തന്നെയല്ലേ? അതുകൊണ്ട് തുല്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു? ഇവിടെയും ഒരു ആർക്ക് വരച്ചു. മനസ്സിലായില്ലേ? ഈ 2 സൈഡ് എന്താണ്? തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എടുത്ത അളവ് തന്നെ മതി ഇവിടെ നിന്നും ഇങ്ങോട്ടും എടുക്കാൻ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യാം? ഇനി ഇത് തമ്മിൽ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. ഈ പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. കണ്ടോ? കണ്ടോ? 2 വശങ്ങൾ തുല്യമായ എന്ത് കിട്ടി? ഒരു സമപാർശ്വ ത്രികോണം കിട്ടി അല്ലേ?
ഈ വശവും എന്താണ് തുല്യമാണ്. അതാണ് ഒരു സമപാർശ്വ ത്രികോണം. ഇപ്പോൾ എങ്ങനെയാണ് ഒരു സമപാർശ്വ ത്രികോണം വരക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഏതു ലംബകത്തിൻ്റെയും വികർണങ്ങൾ പരസ്പരം മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണെന്ന് തെളിയിക്കുക. എന്താ ക്വസ്റ്റ്യൻ? ഏതു ലംബകത്തിൻ്റെയും വികർണങ്ങൾ പരസ്പരം മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണെന്ന് തെളിയിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലംബകം വരക്കാം അല്ലേ? ഓക്കെ, എന്താ ലംബകത്തിൻ്റെ പ്രത്യേകത അല്ലേ? ശ്രദ്ധിച്ചോ? എതിർവശങ്ങൾ ഏതെങ്കിലും ഒന്ന് സമാന്തരമായ ചതുരത്തിലെങ്കിൽ രൂപത്തെയാണ് നമ്മൾ എന്ത് പറയല്? ലംബകം എന്ന് പറയല് അല്ലേ? എതിർവശങ്ങൾ ഏതെങ്കിലും ഒന്ന് സമാന്തരമായ രൂപത്തെ അല്ലെങ്കിൽ ചതുരത്തെയാണ് നമ്മൾ എന്ത് പറയല്? ലംബകം എന്ന് പറയല് അല്ലേ? ഇതെന്തെന്നാണ്? ഇതൊരു ലംബകമാണ്. കണ്ടോ? നമുക്കിനി പേര് കൊടുത്താലോ? എ ബി സി ഡി. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഏതു ലംബകത്തിൻ്റെയും വികർണങ്ങൾ പരസ്പരം മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണെന്നാണ് തെളിയിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിന്ന് ഈ ബിയിലേക്ക് എന്ത് ചെയ്യാം? ഒരു വികർണം വരക്കാം. കണ്ടോ? അതേപോലെ തന്നെ ഈ സിയിൽ നിന്ന് ഈ എയിലേക്ക് എന്ത് ചെയ്യാം? ഒരു വികർണം വരയ്ക്കാം. കണ്ടോ? ഇപ്പോൾ ഈ രണ്ട് വികരണങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റിൽ നമുക്ക് എന്തായിട്ട് എടുക്കാം? പി ആയിട്ട് എടുക്കാം. ഇവിടെ ഒരു ലംബകം വരച്ചു, അതിന് രണ്ട് അല്ലേ പരസ്പരം മുറിക്കുന്ന രണ്ട് വികരണങ്ങളും വരച്ചു. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിന് പി എന്ന് നമ്മൾ അടയാളപ്പെടുത്തി. നമുക്കിവിടെ എന്ത് വരക്കണം? എന്താ തെളിയിക്കേണ്ടത് അല്ലേ? വികരണങ്ങൾ പരസ്പരം മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണെന്നാണ് തെളിയിക്കേണ്ടത് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് എഴുതാം? ഇവിടെ എ ബി എന്ന വരയും എ ബിയും അല്ലെങ്കിൽ എ ബി എന്നല്ല എ ബിയും ഡി സിയും എന്താണ്? സമാന്തരമാണ് അല്ലേ? എ ബിയും ഡി സിയും എന്താണ്? സമാന്തരമാണ്. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ പി എന്ന പോയിന്റിലൂടെ മറ്റൊരു സമാന്തര വര വരക്കാം അല്ലേ? പി എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന മറ്റൊരു സമാന്തര വര വരച്ചു. ഇതിന് ഞാൻ എന്ത് പേര് കൊടുത്തു? RS എന്ന പേര് കൊടുത്തു. എ ബിയും ഡി സിയും സമാന്തരമാണെന്ന് കണ്ടെത്തി അല്ലേ? ഇനി നോക്കിയേ, എ ബിയും ഡി സിയും ഇവിടെ എന്താണ്? സമാന്തരമാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു അല്ലേ? പിയിലൂടെ ഒരു സമാന്തര വരയും കൂടി വരച്ചു. ഏതാ? RS അല്ലേ? RS പറഞ്ഞ ഒരു സമാന്തര വര വരച്ചു. ഇവിടെ അല്ലേ 3 സമാന്തര വരകൾ ഏതൊക്കെയാ? ഡി സിയും RSഉം എ ബിയും. ഈ 3 സമാന്തര വരകൾ ഏതിനെ മുറിച്ച് കടക്കുന്നു? ഡി ബി എന്ന വരയെയും എ സി എന്ന വരയെയും അല്ലേ ഒരേപോലെ മുറിച്ച് കടക്കുന്നു, ഒരേ അംശബന്ധത്തിൽ മുറിച്ച് കടക്കുന്നു. അപ്പം നമുക്ക് എന്ത് എഴുതാം? 3 സമാന്തര വരകളെ 3 സമാന്തര വരകൾ ഒരേ അംശബന്ധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബി ഡിയെയും അതുപോലെ തന്നെ എ സിയെയും മുറിച്ചു കടക്കുന്നു. മനസ്സിലായില്ലേ? എന്താ നമ്മൾ പഠിച്ചത്? എ ബിയും ഡി സിയും എന്ത് വരകളാണ്? സമാന്തര വരകളാണ്. അതിനുശേഷം നമ്മൾ ഈ പോയിന്റിലൂടെ വേറൊരു സമാന്തര വര വരച്ചു. ഈ പി എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന വേറൊരു സമാന്തര വര വരച്ചു. അപ്പോൾ എത്ര സമാന്തര വരകൾ കിട്ടി? 3 സമാന്തര വരകൾ കിട്ടി അല്ലേ? ഡി സി RS എ ബി അല്ലേ? ഇത് ഏത് വരകളിലൂടെ കടന്നു പോകുന്നു? ഈ ഡി ബി എന്ന വരയിലൂടെ അതേപോലെ തന്നെ എ സി എന്ന വരയിലൂടെയും. ഇത് രണ്ടും എന്താണ്? വികരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് അല്ലേ ഈ 3 സമാന്തര വരകളും ഒരേ അംശബന്ധത്തിൽ എന്ത് ചെയ്യുന്നു? ബി ഡിയെയും എ സിയെയും മുറിച്ച് കടക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് എന്ത് എഴുതാം? അതുകൊണ്ട് എന്ത് എഴുതാം? നോക്കിയേ, പി ഡി അല്ലേ പി ഡി ബൈ പി ബി സമം എന്ത് എഴുതാം അല്ലേ? ഏതാ ചെറിയ വശം? ഇതല്ലേ
പി സി ബൈ ഏതാണ് പി സി ബൈ പി എ. മനസ്സിലായോ? പി ഡിക്ക് ഏത് തുല്യമാണ്? പി സി തുല്യമാണ്. അതുപോലെ തന്നെ പി ഐക്ക് ഏത് തുല്യമാണ്? പി ബി തുല്യമാണ്. അതുകൊണ്ട് പി ഡി ബൈ പി ബി ഈക്വൽ ടു പി സി ബൈ പി എ. മനസ്സിലായില്ലേ? നമ്മൾ കണ്ടുപിടിച്ചില്ലേ എന്തെന്ന്? ആ ലംബകത്തിൻ്റെ വികരണങ്ങൾ പരസ്പരം മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യം എന്ത് ചെയ്തു? എ ബിയും ഡി സിയും നമുക്കറിയാം സമാന്തര വരകൾ. ഇത് സമാന്തര വരയാണോ? അല്ല. ഇത് നോക്കിയേ, ഇതിൻ്റെ എതിർവശങ്ങൾ സമാന്തരമല്ല. അങ്ങനെയുള്ള രൂപത്തെയാണ് അല്ലെങ്കിൽ ചതുരത്തെയാണ് നമ്മൾ എന്ത് പറയല്? ലംബകം എന്ന് പറയാറ്. ഇനി നോക്കിയേ, അതിനുശേഷം എന്ത് ചെയ്തു? നമ്മൾ ഒരു പുതിയൊരു സമാന്തര വര കൂടി വരച്ചു അല്ലേ? ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഏത് പോയിന്റിലൂടെ? പി എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന വേറൊരു സമാന്തര വര വരച്ചു. അപ്പോൾ എത്ര സമാന്തര വരകളായി? 3 സമാന്തര വരകളായി അല്ലേ? നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? ഒരേ അംശബന്ധത്തിലാണെന്നാണ് തെളിയിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടുന്ന് ഇവിടേക്ക് ഒരു സമാന്തര വര വരച്ചത്. എൻ്റെ നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചു 3 സമാന്തര വരകൾ ഒരേ അംശബന്ധത്തിലാണ് എന്ത് ചെയ്തത്? മുറിച്ച് കിടക്കുന്നത്. ഏതിനാ? ബി ഡി എയും പിന്നെ ഏതാ? എ സി എ അല്ലേ? നോക്കിയേ, ഇവിടെ നിന്ന് ഇവിടേക്ക് തുല്യമാണ്, ഇവിടെ നിന്ന് ഇവിടേക്ക് തുല്യമാണ് അല്ലേ? അപ്പം നമ്മൾ മനസ്സിലായി 3 സമാന്തര വരകൾ എന്ത് ചെയ്തു? ഒരേ അംശബന്ധത്തിലാണ് എന്ത് ചെയ്യുന്നത്? മുറിച്ച് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം അല്ലേ? പി ഡി ബൈ പി ബി ഈക്വൽ ടു പി സി ബൈ പി എ. മനസ്സിലായില്ലേ? ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും വീഡിയോസ് ഇടാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.